Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala rasulihil ameen. Wa ala alihi wa sahbihi ajma'in. Wa man tabi'ahum bi ihsanin wa da'a bi da'watihim ila yawmiddin, amma ba'd. ആദ്യമായി ഇങ്ങനത്തെ പ്രോഗ്രാം സംഘടിപ്പിച്ച ജമിയത്തുൽ ഉലമാ ഹിന്ദ് ഓച്ചിറ ഘടകത്തിനും സയ്യിദ് ഹസനി അക്കാഡമിക്കും അതിൻ്റെ പ്രവർത്തകരായ അൽ ഹുസ്നി ഉലമാ അസോസിയേഷനും ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ പണ്ഡിതന്മാർക്കും സത്യവിശ്വാസികൾക്കും പ്രത്യേകമായ നന്ദിയും കടപ്പാടും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. വളരെ മുഖ്യമായ വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രഭാഷണം നടത്തേണ്ടുന്ന കേരളക്കരയിലെ പ്രമുഖ പണ്ഡിതൻ മഹാനായ ഉസ്താദ് സുലൈമാൻ കൗസരി അവറുകൾ ഇൻഷാ അല്ലാഹ് വിശദമായി നിങ്ങളോട് സംസാരിക്കും. വിനീതന്റെ ഉത്തരവാദിത്തം ഈ മഹത്തായ സദസ്സിനെ ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. സമയം ദീർഘമാകും എന്ന് പേടിച്ചതുകൊണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ വിനീതൻ വായിക്കുകയാണ്. സദസ്സിനെ അലങ്കരിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഈ വിഷയത്തിന്റെ പ്രാധാന്യം ഇസ്ലാമിക ആദർശത്തിന്റെ അഥവാ അഖീദയുടെ ഏറ്റവും സുപ്രധാനമായ അടിത്തറകളിൽ ഒന്നാണ്. പ്രവാചക അനുചരന്മാരായ സഹാബി വര്യന്മാരെ ആദരിക്കുക എന്നത് ഓരോ സത്യവിശ്വാസിയുടെയും അഖീദയുടെ വിശ്വാസ പ്രമാണത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ്. സഹാബാക്കൾ അവർ വെറുമൊരു ചരിത്ര പുരുഷന്മാരല്ല, മറിച്ച് അള്ളാഹുവിന്റെ ദീൻ ഈ ഉമ്മത്തിന് കൈമാറിയ വിശ്വസ്തരായ കണ്ണികളാണ്. സഹാബാക്കളോടുള്ള നമ്മുടെ നിലപാട് കേവലം ഒരു ബഹുമാനം മാത്രമല്ല, മറിച്ച് നമ്മുടെ ഈമാനിന്റെ അഥവാ വിശ്വാസത്തിന്റെ അവിഭാജ്യമായ ഘടകമാണ്. അവരെ ആക്ഷേപിക്കുന്നതും തരം താഴ്ത്തുന്നതും അഹ്ലുസുന്നത്തിന്റെ വഴിയിൽ നിന്നും പുറത്തു പോകുവാൻ കാരണമാകുന്ന ഗുരുതരമായ തെറ്റാണ്. കാരണം വിശുദ്ധമായ ഖുർആൻ അവർക്ക് അംഗീകാരം നൽകിയിരിക്കുന്നു, അവരെ സർട്ടിഫൈ ചെയ്തിരിക്കുന്നു. സഹാബാക്കളുടെ നീതിയും പദവിയും പ്രഖ്യാപിച്ചത് ഏതെങ്കിലും മനുഷ്യരല്ല, പ്രപഞ്ചനാഥനായ അള്ളാഹുവാണ്. വിശുദ്ധ ഖുർആനിലൂടെ നിരവധി സ്ഥലങ്ങളിൽ അള്ളാഹു ഇത് ഊന്നി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടു എന്നുള്ള അംഗീകാരം അള്ളാഹു നൽകിയിരിക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വിശുദ്ധ ഖുർആനിലെ 9-ാമത്തെ അധ്യായം സൂറത്തു തൗബയിലെ 100-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും ആദ്യമായി മുന്നോട്ട് വന്നവരും സൽക്കർമ്മങ്ങളിലൂടെ അവരെ പിന്തുടർന്നവരും ആരും അവരെ പറ്റി അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിനെ പറ്റി അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു. താഴ്ഭാഗത്ത് അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകൾ അവർക്കായി അവൻ ഒരുക്കി വയ്ക്കുകയും ചെയ്തിരിക്കുന്നു. അവർ അതിൽ നിത്യവാസികളായിരിക്കും. അതത്ര മഹത്തായ വിജയം. ഇത് 9-ാമത്തെ അധ്യായത്തിലെ 100-ാമത്തെ വചനം സഹാബാക്കളെ അല്ലാഹു നൽകുന്ന അംഗീകാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെയുള്ള അവരുടെ പരസ്പരമായ ബന്ധം സഹാബാക്കൾ നബിതങ്ങളുമായും നബിതങ്ങൾ സഹാബാക്കളുമായും സഹാബാക്കൾ പരസ്പരവും അങ്ങേയറ്റം കരുണയുള്ളവരും അനുകമ്പയുള്ളവരും പരസ്പരം കുറ്റം പറയാത്തവരും പരസ്പരം ആദരിക്കുന്നവരുമായിരുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ്
വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാനാ. സൂറത്തുൽ ഫത്ഹ് എന്ന അധ്യായത്തിലെ 29-ാമത്തെ വചനമാണിത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാകുന്നു. പ്രവാചകനോടൊപ്പമുള്ളവർ സത്യനിഷേധികളോട് കടുത്തവരും അന്യോന്യം അനുകമ്പയുള്ളവരും കരുണയുള്ളവരുമാകുന്നു. അള്ളാഹുവിങ്കിൽ നിന്നുള്ള അനുഗ്രഹവും പ്രീതിയും തേടിക്കൊണ്ട് അവർ റുക്കൂ ചെയ്യുന്നവരും സുജൂദ് ചെയ്യുന്നവരുമായി താങ്കൾ അവരെ കാണും. വിശുദ്ധ ഖുർആന്റെ അടുത്ത അംഗീകാരം എല്ലാ സ്വഹാബാക്കൾക്കും സ്വർഗം അള്ളാഹു നൽകുമെന്നുള്ളതാണ്. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. സൂറത്തുൽ ഹദീദിലെ 10-ാമത്തെ വചനത്തിൽ കൂടി അള്ളാഹു പറയുന്നു, നിങ്ങൾ നിന്ന് മക്ക വിജയത്തിന് ശേഷം മക്ക വിജയത്തിന് മുമ്പ് ചെലവഴിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്തവരും മറ്റുള്ളവരും തമ്മിൽ സമമാവുകയില്ല. അക്കൂട്ടർ അതിനുശേഷം ചിലവഴിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്തവരെക്കാൾ വലിയ പദവിയുള്ളവരാകുന്നു. എല്ലാവർക്കും അള്ളാഹു ഏറ്റവും നല്ല സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എല്ലാവർക്കും ഉത്തമമായ സ്വർഗം അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അള്ളാഹു ഉപയോഗിച്ച വാക്ക് വകുല്ലൻ വഅദ അല്ലാഹുൽ ഹുസ്ന. എല്ലാവർക്കും അള്ളാഹു ഏറ്റവും ഉന്നതമായ സ്വർഗം അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശക്തമായ താക്കീതുകൾ സഹാബാക്കളെ നിന്ദിക്കുന്നവർക്കും നിസാരപ്പെടുത്തുന്നവർക്കും നബി തങ്ങൾ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. സഹാബാക്കളുടെ അഥവാ പ്രവാചക അനുചരന്മാരുടെ പദവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം ഉയർത്തിപ്പിടിച്ചു എന്ന് സ്വഹീഹായ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സഹാബാക്കളെ ആക്ഷേപിക്കുന്നതിനെതിരെയുള്ള ശക്തമായ വിലക്ക് عن أبي سعيد الخدري رضي الله عنه قال النبي صلى الله عليه وسلم لا تسبوا أصحابي فلو أن أحدكم أنفق مثل أحد ذهبا ما بلغ مد أحدهم ولا نصيفه. صحيح البخاري صحيح മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്റെ സഹാബികളെ ചീത്ത പറയരുത്. നിങ്ങളിൽ ഒരാൾ ഉഹദ് മലയോളം സ്വർണം ധർമ്മം ചെയ്താലും അവൻ ഒരാൾ നൽകിയ ഒരു മുദ്ദിന് അഥവാ ഒരു ചെറിയ അളവ് അതിന്റെ പകുതിയോളം പോലും ആകുവാൻ എത്തിച്ചേരുകയില്ല. അടുത്ത വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നു. അവർ ഏറ്റവും ഉത്തമരായവരാണെന്ന്. عن عبد الله بن مسعود رضي الله عنه عن النبي صلى الله عليه وسلم قال خير الناس قرني ثم الذين يلونهم ثم الذين يلونهم. عبد الله بن مسعود رضي الله عنه നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യരിൽ ഏറ്റവും ഉത്തമർ എന്റെ നൂറ്റാണ്ടിലുള്ളവരാണ്, അഥവാ പ്രവാചക അനുചരന്മാരാണ്, സ്വഹാബാക്കളാണ്. പിന്നീട് അവർക്ക് ശേഷം വന്നവരുമാണ്. 4 മദ്ഹബുകളിലെ ഇമാമുകളുടെ ഐക്യകണ്ഠേനയുള്ള നിലപാട് ഈ വിഷയത്തിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. 4 മദ്ഹബിന്റെ ഇമാമുകളും സ്വഹാബികളുടെ കാര്യത്തിൽ ഒരേ ആദർശ നിലപാടാണ് വെച്ച് പുലർത്തിയിട്ടുള്ളത്. അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശറഹ് ഫിഖ്ഹുൽ അക്ബറിൽ വലാ നദ്കുറു അഹദൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ബിഖൈർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾപ്പെട്ട ആരെക്കുറിച്ചും നന്മയല്ലാതെ നമ്മൾ പറയുകയില്ല. ഇമാം മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നു, മൻ സബ്ബ അഹദൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ബക്കർ ഔ ഉമർ ഔ ഉസ്മാൻ ഔ മുആവിയത ഔ അംർ ഇബ്നു ആസിം അൽ ആസി فإن قال كانوا على ضلال وكفر قتل وإن سبهم بغير ذلك عذر تعذيرا شديدا. ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾപ്പെട്ട അബൂബക്കർ, ഉമർ, ഉസ്മാൻ, മുആവിയ, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹും തുടങ്ങി ആരെങ്കിലും ആക്ഷേപിക്കുകയും
അവർ വഴിപിഴച്ചവരോ കാഫിറുകളോ ആണെന്ന് പറയുകയും ചെയ്താൽ അവൻ വധിക്കപ്പെടേണ്ടവനാണ് എന്നല്ല, സാധാരണ രീതിയിലാണ് ആക്ഷേപിച്ചതെങ്കിൽ അവനെ കഠിനമായി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകമായി അദ്ദേഹത്തിന്റെ കിതാബിൽ ഉണർത്തുന്നു, ഫഅസലല്ലാഹു അലാ അസ്ഹാബി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖുർആൻ വത്തൗറാത്ത് വൽ ഇൻജീൽ വഹും ഫൗഖനാ ഫീ കുല്ലി ഇൽമിൻ വഇജ്തിഹാദിൻ വവറഇൻ വഅഖ്ലിൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികളെ ഖുർആനിലും തൗറാത്തിലും ഇൻജീലിലും പുകഴ്ത്തിയിട്ടുണ്ട്. അവർ എല്ലാ വിജ്ഞാനത്തിലും ഇജ്തിഹാദിലും അഥവാ ഗവേഷണത്തിലും അവരുടെ ഭയഭക്തിയിലും ബുദ്ധിയിലും നമ്മേക്കാൾ മികച്ചവരാണ്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നു, വമിനസ് സുന്നതി ദിക്റു മഹാസിനി അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലിഹിം വൽ ഇംസാകു അമ്മാ ശജറ ബൈനഹും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സഹാബാക്കളുടെയും നന്മകൾ, നബിതങ്ങളുടെ സഹാബാക്കളുടെയും എല്ലാ സഹാബാക്കളുടെയും നന്മകൾ പറയലും അവർക്കിടയിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ മൗനം പാലിക്കലും സുന്നത്തിൽപ്പെട്ട കാര്യമാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കുകയും ആരാണ് സഹാബി എന്ന് നിർവചിക്കുകയും ചെയ്യുന്നു. ഹദീസ് ലോകത്തെ സുൽത്താനായ ഇമാം ബുഖാരി തന്റെ സഹീഹിൽ കിതാബു ഫളായിലി സഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രത്യേകമായ ഒരു അധ്യായം തന്നെ ഇതിനായി നീക്കി വച്ചിരിക്കുന്നു. സഹാബിയുടെ നിർവചനം എന്താണ്? മൻ സഹിബൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ റആഹു മിനൽ മുസ്ലിമീൻ ഫഹുവ മിൻ അസ്ഹാബിഹി. മുസ്ലിമീങ്ങൾപ്പെട്ട ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിക്കുകയോ അവിടുത്തെ കാണുകയോ അല്പസമയം കൂടെ കഴിയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നബിയുടെ സഹാബാക്കൽപ്പെട്ടവനാണ്. സത്യവിശ്വാസിയായി പ്രവാചകന്റെ കൂടെ അല്പസമയം കഴിഞ്ഞാൽ അദ്ദേഹം സഹാബിയാണ്, അദ്ദേഹം മഗ്ഫൂറാണ്, പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെട്ട മനുഷ്യരാണെന്ന് അള്ളാഹു അംഗീകാരം നൽകിയിരിക്കുന്നു. ബിദ്അത്തുകാർക്കെതിരെയുള്ള നിലപാട് അഥവാ റാഫിദിയാക്കൾ, ശിയാക്കൾ അവർക്കെതിരെയുള്ള നിലപാട് എന്താണ്? സഹാബാക്കളെ ആക്ഷേപിക്കുന്ന കപട വിശ്വാസികളുടെയും ബിദ്അത്തുകാരുടെയും പിന്നിൽ നിന്ന് നമസ്കരിക്കുന്നത് പോലും അനുവദനീയമല്ല എന്ന് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിരിക്കുന്നു. അഹ്ലുസുന്നത്തിന്റെ സന്ദേശം എന്താണ് ഈ വിഷയത്തിൽ? പ്രിയമുള്ളവരെ, ഈ പ്രമാണങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് ഒരൊറ്റ കാര്യമാണ്. അസ്സഹാബത്തു കുല്ലുഹും ഉദൂൽ, എല്ലാ സഹാബാക്കളും നീതിമാന്മാരായിരുന്നു. തർക്കങ്ങൾ, അവർക്കിടയിൽ ഉണ്ടായ ആഭ്യന്തര യുദ്ധങ്ങളോ തർക്കങ്ങളോ അവരുടെ നീതിമത്വത്തെ അഥവാ നീതിയുടെ ഉയർന്ന സ്വഭാവത്തെ ബാധിച്ചിരുന്നില്ല. അവരിൽ ഓരോരുത്തരും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജീവനും സ്വത്തും ത്യാഗം ചെയ്തവരാണ് എന്നത് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. തർക്കങ്ങളിൽ അവർ സത്യം കണ്ടെത്താൻ ശ്രമിച്ചവരാണ്. അഥവാ അവരുടെ ഇടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ, അവരുടെ ഇടയിലുണ്ടായ യുദ്ധങ്ങളൊക്കെയും സത്യത്തിനു വേണ്ടിയുള്ള ഗവേഷണങ്ങളും ഇജ്തിഹാദുകളുടെയും പേരിൽ ഉണ്ടായത് എന്നാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഭിപ്രായവും തീരുമാനം. നമ്മുടെ അഖീദ അവസാനമായി ഇമാം തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അഖീദത്തു തഹാവിയയിൽ പറഞ്ഞ വാക്കുകൾ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വഹുബ്ബുഹും ദീനുൻ വഈമാനുൻ വഇഹ്സാനുൻ വബഅദുഹും കുഫ്ർ വബുഗ്ളുഹും കുഫ്റുൻ വനിഫാഖുൻ വതുഗ്യാൻ. സഹാബാക്കളോടുള്ള സ്നേഹം അത് ദീനും ഈമാനും ഇഹ്സാനുമാണ്. അവരോടുള്ള വെറുപ്പ് കുഫ്റും കപടവിശ്വാസവും അതിക്രമവും അക്രമവുമാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സഹാബാക്കളെ സ്നേഹിക്കുന്ന, അവരുടെ മാതൃക പിന്തുടരുന്ന യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വക്താക്കളാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ ഹദീസുകൾ എല്ലാം ഇമാമുകളുടെ ഹിജ്റ 1, 2, 3 നൂറ്റാണ്ടുകളിലെ ഉത്തമ നൂറ്റാണ്ടുകളിലെ പണ്ഡിതന്മാരുടെ പ്രമാണങ്ങളെല്ലാം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ ഏറ്റവും ഉന്നതനായ സൃഷ്ടിയാണ്, അഷ്റഫുൽ ഖൽഖാണ്. നബി തങ്ങളുടെ സഹവാസം, ആ സഹവാസത്തിന് അനുഗ്രഹം ലഭിച്ച സഹാബാക്കൾ, അത് അല്പസമയമാണെങ്കിൽ പോലും അവർ സഹാബിയാണ്. ഏറ്റവും വലിയ മഹത്വമാണ്. അതിന് താഴെ ഇനി ആരുണ്ടായാലും അവർക്ക് എത്ര മഹത്വമുണ്ടെന്ന് പറഞ്ഞാലും അത് ഇസ്ലാമിക വീക്ഷണത്തിൽ തെറ്റാണ്. സഹാബാക്കളാണ് ഏറ്റവും ഉന്നതർ,
സഹാബാക്കൾ ഏറ്റവും ഉന്നതനായ മനുഷ്യൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ആണ്, പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്, പിന്നെ അലി റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ തുടങ്ങി അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അഥവാ മുതവാത്തിറായ ആയിരക്കണക്കിന് പണ്ഡിതന്മാർ ഐക്യകണ്ഠേനയുള്ള തീരുമാനങ്ങളാണിതെല്ലാം. അതുകൊണ്ട് നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ തീരുമാനങ്ങൾ ഉറച്ചു നിന്നാൽ നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിച്ച് നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയും. മുൻഗാമികളായ 4 മദ്ഹബിന്റെ ഇമാമുകൾ, ശേഷമുള്ള മുഫസ്സിറുകൾ, മുഹദ്ദിസുകൾ, അതുപോലെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി, ഷെയ്ഖ് റിഫായി തുടങ്ങി ധാരാളം മഹാന്മാർ. ഇന്ത്യയിലാണെങ്കിൽ ഇമാം മുഹമ്മദ് സർഹിന്ദി, മുജദ്ദദ് ഫസാലി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ ആധുനിക യുഗത്തിന്റെ ഇമാം അബൂ ഹനീഫ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഇമാം ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി തുടങ്ങി ഉലമായ ദൈബന്ദ്, ദാറുൽ ദൈബന്ദ്, നദവത്തുലമയിലെ മഹാന്മാർ, മൗലാന അബുൽ ഹസൻ നദവി തുടങ്ങിയുള്ള എല്ലാ മഹാന്മാരും പിൻപറ്റിപ്പോകുന്ന അഹ്ലുസുന്നയുടെ ആ പാത മുറുകെ പിടിച്ച് ജീവിക്കാൻ അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ സ്നേഹം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം, സഹാബാക്കളുടെ മഹബത്ത് നമുക്കെല്ലാവർക്കും നൽകി അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രോഗ്രാം ഇൻഷാ അല്ലാഹ് വീണ്ടും ഇനി തുടരേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളുടെ ഓഫ്ലൈനും ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. അള്ളാഹു എല്ലാത്തിനും തൗഫീഖ് നൽകി ഈ വെച്ച പാദത്തെ ഉറപ്പിക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.